ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ഈവനിങ് ടൈം ഞാൻ എന്താ ചെയ്തതെന്ന് കാണിക്കുകയാണ്. പക്ഷേ ഇത് റൂട്ടീനല്ല, ഡെയിലി ഇങ്ങനെയല്ല. എനിക്ക് ചുമയും ജലദോഷവും പനിയൊക്കെ ആയിട്ട് ഇരിക്കുമായിരുന്നു. ഇതുവരെ എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് ഈവനിങ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഞാൻ ചെടിക്കൊക്കെ വെള്ളമൊന്നും ഒഴിച്ചു. ഒരു ദിവസമായി അത് ഒരു ദിവസം ഒഴിച്ചില്ല, എനിക്ക് തീരെ വയ്യാത്തതുകൊണ്ടും ആസ്മയുടെ ട്രബിൾ വന്നതുകൊണ്ടും. അപ്പോൾ റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് റെസ്റ്റൊക്കെ ആയിരുന്നു. പിന്നെ അതെ, ഞാൻ ഫ്രണ്ടൊക്കെ ഒന്ന് ജസ്റ്റ് അടിച്ച് വാരിയിട്ടു. കാരണം എനിക്ക് രാവിലെ ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നല്ല ക്ഷീണമായിരുന്നു, ഉറക്കമായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആയപ്പോൾ ഞാൻ ഈ പറഞ്ഞ മാതിരി എല്ലായിടും ഒന്ന് അടിച്ച് വാരി വൃത്തിയാക്കി. അതുപോലെ തന്നെ ആകവും അടിച്ച് വാരി വൃത്തിയാക്കി. അതിന് മുമ്പ് വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് പുറത്ത് മുറ്റത്ത് ഒരു നമ്മുടെ പെയിൻറ്റിൻ്റെ ഒരു പാത്രമുണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ എടുത്ത് വയ്ക്കാറ്. അപ്പോൾ അതെടുത്തിട്ട് അവിടെ വെച്ചു. അതിന് ശേഷമാണ് ഞാൻ പിന്നെ ചായ വെച്ച പാത്രം ഉണ്ടായിരുന്നു, അതങ്ങോട്ട് കഴുകി വെച്ചു. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിപ്പം വയ്യാത്തതുകൊണ്ട് അധികമൊന്നും പണി ചെയ്യുന്നില്ല. അപ്പോൾ ഉള്ള അക്കങ്ങൾ അപ്പം തീർക്കുകയാണ്. അപ്പോൾ ചായയുടെ പാത്രവും ഞാൻ കഴുകി വെച്ചു. അതിന് ശേഷം ഞാൻ ഒന്ന് അടിച്ചു വാരിയൊക്കെ ഇട്ടു. കാരണം രാവിലെ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാൻ ഉറങ്ങിപ്പോയി. നല്ല ക്ഷീണമാണ്, ആൻറ്റിബയോട്ടിക്സിലാണ്. അപ്പോൾ ഞാനത് നന്നായിട്ടൊന്ന് അടിച്ച് വാരിയിട്ടു. അടിച്ച് വാരി എല്ലാ മുറിയും അടിച്ചിട്ടു. കാരണം തുടച്ചൊന്നുമില്ല, പക്ഷെ അടിച്ചിട്ടു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാനായിട്ടാണ് പോയത്. കുളിച്ച് പ്രാർത്ഥിക്കാനായിട്ട്. അപ്പോഴത്തേക്കൊക്കെ ആയി, ഒരു 5:35 ആയി. അതിനു മുമ്പ് ഞാനൊന്ന് അലക്കാനിട്ടിരുന്നു തുണികളൊക്കെ. അപ്പോൾ അത് വാഷിംഗ് മെഷീനിൽ അലക്കാനായിട്ട് ഇടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കുളിച്ച് വന്നതിന് ശേഷം ഞാൻ പിന്നെ ഇത് ഭസ്മമാണ്. അപ്പം ഞാൻ ഈ ഭസ്മം ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇങ്ങനെ തൊടാനായിട്ട്. പിന്നെ കയ്യിൽ പല പാടുകളും കാണും, അത് എണ്ണ തെറിച്ചതും ഇതൊക്കെയാണ് അടുക്കളയിൽ പണി ചെയ്യുമ്പോൾ. അതെനിക്ക് സ്ഥിരം പറ്റുന്ന ഒരു കാര്യമാണ്. അതിനുശേഷം ഞാൻ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥിച്ച് വിഷ്ണു അഷ്ടോത്തര സ്തോത്രവും വൈദ്യനാഥ സ്തോത്രവും ചൊല്ലിക്കഴിഞ്ഞിട്ട് ഞാൻ ദേവീ മഹാത്മ്യം വായിക്കും. ഇന്നിപ്പോൾ 6ാമത്തെ അധ്യായം മുതലാണ്, 6 മുതൽ 8 വരെ. അപ്പോൾ ഇതിൻ്റെ ഒരു പഴയ, ഞാൻ ഈ പഠിക്കാൻ വേണ്ടി ദേവി മഹാത്മ്യം പഠിക്കാൻ വേണ്ടി മേടിച്ച ബുക്കാണ്. അല്ലാതെ ഉണ്ട് പൂജയ്ക്കൊക്കെ വയ്ക്കുന്ന ദേവി മഹാത്മ്യം. അപ്പോൾ ഇതിൽ മൊത്തം അർത്ഥങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും പലയിടത്തും, ചിലയിടത്തൊക്കെ സ്പ്ലിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ ബുക്കാണ് എനിക്ക് വായിക്കാൻ ഭയങ്കര ഇഷ്ടമായ ബുക്ക്. അത് യൂസ്ഡായി. അപ്പോൾ ആദ്യം ഞാൻ കവചവർഗളം കീലകം വായിക്കും. അതിനുശേഷം ഏതാണ് അധ്യായം ഇന്ന് വായിക്കേണ്ടത് അത് വായിക്കും. അപ്പോൾ ഇന്ന് 6, 7, 8 ആയതുകൊണ്ട് അത് മുതൽ തുടങ്ങി. ഇതിന് ശേഷം ഞാൻ കുഞ്ചികാ സ്തോത്രമുണ്ട്, അതും വായിക്കും. പിന്നെ ക്ഷമാപണ പ്രാർത്ഥന, ഇതും കൂടെ വായിക്കും. എന്തെങ്കിലും തെറ്റൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വായിക്കുമ്പോൾ വല്ല മിസ്റ്റേക്കോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇതിനുള്ള ക്ഷമയാണ് ക്ഷമാപണ പ്രാർത്ഥന. അതിനുശേഷം അല്ലാതെ തന്നെ കരചരണ കുതമ്പായൊക്കെ പറഞ്ഞ് അതും ക്ഷമാപണ പ്രാർത്ഥനയാണ്. അതെല്ലാം പ്രാർത്ഥിച്ചു. അതോടെ എൻ്റെ പ്രാർത്ഥന അവസാനിക്കും. അത് ഏകദേശം ഒരു 6:30 ആകുമ്പോഴത്തേക്കും തീരും. ഞാനിതിപ്പം 6, 7, 8 വായിക്കാനുള്ളതുകൊണ്ടാണ് ഇത്തിരി നേരത്തെ വായിച്ചു തുടങ്ങിയത്. പിന്നെ 3 എണ്ണം ഉള്ളത് കൊണ്ട്. എന്നിട്ട് ഞാൻ 6:30 ആയപ്പോൾ തീർന്നു. അതിനുശേഷം ഞാൻ സാധാരണ ദിവസങ്ങളിൽ ഒരു 7 മണിയാകുമ്പോൾ ഫുഡ് കഴിക്കും. പക്ഷേ ഇന്ന് എനിക്ക് തീരെ വിശപ്പില്ല. കാരണം എനിക്കിങ്ങനെ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ കഴിക്കുന്നതുകൊണ്ടായിരിക്കും എനിക്ക് വിശക്കുന്നുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് എഡിറ്റിങ്ങൊക്കെ ചെയ്തങ്ങനെ ഇരുന്ന് കുറച്ച് നേരം. അത് കഴിഞ്ഞിട്ട് ഒരു 7:20 ആയി തോന്നുന്നു. 7:20 ആയപ്പോഴാണ് ഞാൻ നടക്കാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിതെല്ലാം കഴിഞ്ഞപ്പോൾ, പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ആരതി ഒന്ന് ഒഴിഞ്ഞു. അതിനുശേഷം ഞാൻ നടക്കാനായിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ കുറച്ച് നേരം ഞാൻ വെറുതെ ഇരുന്നിട്ടാണ് പോയത്. കാരണം ഞാൻ എഡിറ്റിങ്ങൊക്കെ കുറച്ച് ചെയ്തു. അതിനുശേഷം ഞാൻ നടക്കാനായിട്ട് ഇറങ്ങി. അപ്പോൾ
ഞങ്ങളുടെ വീടിൻ്റെ ഗേറ്റ് വരെ കുറച്ച് ദൂരമുണ്ട്. അപ്പോൾ അവിടെയാണ് ഞാൻ നടന്നത്. ഒരു 7:20 മുതൽ ഒരു 7:35 വരെ നടന്നിട്ടുണ്ടാവും. അതിൽ കൂടുതലൊന്നും ഞാൻ നടന്നിട്ടില്ല, കാരണം ഞാൻ അപ്പോഴത്തേക്കും ടയേർഡായി. അപ്പം ഞാനിങ്ങനെ ഇവിടെ മാത്രമായിട്ടാണ് നടന്നത്. സ്പീഡിലുള്ള നടത്തമൊന്നുമല്ല, വളരെ സ്ലോയിലാണ് നടന്നത്. എന്നാലും ഞാൻ ടയേർഡായി. അതിനുശേഷം ഞാൻ പിന്നെ ഓർത്തത് തുണി വിരിച്ചിടാനുണ്ടല്ലോ എന്ന്. ഞാനത് മറന്നു പോയിരുന്നു. അപ്പം ഞാൻ പോയി തുണിയൊക്കെ വിരിച്ചിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കഴിക്കാനുള്ളൊക്കെ സമയമായി. അപ്പം ഞാനതൊക്കെ കഴിച്ച് പിന്നെ രാത്രിയായല്ലോ, ഉറങ്ങാൻ കിടന്നു. അത്രേ ഉള്ളൂ ഇന്നത്തെ ഈവനിങ് ടൈമിൽ ഞാൻ ചെയ്ത കാര്യങ്ങൾ. ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തതും ലൈക്ക് ചെയ്തും സപ്പോർട്ട് ചെയ്തതുവരെ എല്ലാവർക്കും ഞാൻ എൻ്റെ താങ്ക് യു പറയുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് നൈറ്റ്.